ഇടതുകോട്ട തകരില്ല എന്ന് തിരഞ്ഞെടുപ്പിന് മുൻപേ ബോധ്യപ്പെട്ടതാണെന്ന് ചേലക്കരയുടെ നിയുക്ത എംഎൽഎ യു ആർ പ്രദീപ്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ തുടരും, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണെന്ന് കെ രാധാകൃഷ്ണനും പറഞ്ഞു. റോഡ് ഷോയ്ക്കിടയിലായിരുന്നു ഇരുവരുടെയും പ്രതികരണം. ബിനിൽ ലീല സാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചേലക്കര ഇടതുകോട്ടയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് LDF. യു ആർ പ്രദീപ് 12,000-ലധികം ഭൂരിപക്ഷത്തിനാണ് ജയിച്ച് ചേലക്കരയുടെ MLA ആകുന്നത്. ഇപ്പോൾ റോഡ് ഷോ നടക്കുകയാണ്. യു ആർ പ്രദീപ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഇപ്പോൾ MP ആയിട്ടുള്ള മുൻ MLA കെ രാധാകൃഷ്ണനും ഒപ്പമുണ്ട്. റോഡ് ഷോയിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഒപ്പമുള്ളത് പ്രദീപേട്ടനാണ്. പ്രദീപേട്ട 12,000-ലധികം ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറിയിരിക്കുകയാണ്. തുടക്കം മുതലേ ഈ ആത്മവിശ്വാസമുണ്ട്. ചേലക്കരയുടെ വിശ്വാസമാണോ അതിന് പിന്നിൽ? തീർച്ചയായിട്ടും അത് ഞങ്ങൾ നടത്തിയ ആത്മാർത്ഥമായ ഇടപെടലിൽ തന്നെയാണ് അതിന്റെ വിശ്വാസത്തിന് കാരണം. ഞങ്ങൾ ഏൽപ്പിച്ച പണി വളരെ ആത്മാർത്ഥമായി ഉത്തരവാദിത്തോടു കൂടി താഴെ ചെയ്തു എന്നൊരു തെളിവാണ് ഇന്നത്തെ വിധി. ഇവിടെ വികസനമൊന്നും ഉണ്ടായിട്ടില്ല ചേലക്കരയിൽ എന്നുള്ളതായിരുന്നു പ്രചാരണം ഉണ്ടായിരുന്നത്. അതിനുള്ള മറുപടി കൂടിയാണോ ഈ മിന്നുന്ന വിജയം? ഒരു സംശയമില്ലല്ലോ. വികസനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വർഗീയമായി പരമായി വേറെ വലിയ നുണ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടാണ് വോട്ട് തേടാൻ നോക്കിയത്. അതെല്ലാം ചേലക്കരയുള്ള ജനത നിസ്സാരമായി തള്ളിക്കളഞ്ഞാണ് നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ചിരുന്നത്. എന്തൊക്കെയാണ് കൂടുതലായിട്ടും ചേലക്കരയിൽ ഇനി വരേണ്ടത്? എന്തിനൊക്കെയാണ് പ്രധാനമായി പരിഗണന കൊടുക്കുക? അല്ല, നേരത്തെ ഇവിടെ മറ്റൊരു ചാനൽ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് ഉൾപ്രദേശങ്ങളിലെ ജലജീവന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി റോഡുകളെല്ലാം അല്പം മോശമായി കിടക്കുന്നുണ്ട്. ആ റോഡുകളെല്ലാം അടിയന്തരമായി അതിന്റെ ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് പൂർണ്ണസ്ഥിതിക്ക് ആക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നതിന് ഒപ്പം രാധേട്ടൻ തുടങ്ങിയ ഒട്ടേറെ വികസന പ്രവർത്തനം അത് പൂർത്തീകരിക്കാൻ. രാധേട്ട, ഇപ്പോ ഇവിടെ പല പ്രചാരണം ഉണ്ടായിരുന്നു. കെ രാധാകൃഷ്ണൻ സജീവമല്ല, മുഖ്യമന്ത്രി അത് താക്കീത് ചെയ്തു തുടങ്ങിയ പ്രചാരണങ്ങളൊക്കെ വന്നിരുന്നു. അതൊക്കെ മാധ്യമങ്ങൾക്ക് വാർത്തയാവുകയും ചെയ്തു. വെറുതെ മാധ്യമങ്ങളിലെ വാർത്ത കൊടുത്തത് അവർക്കല്ലേ അറിയാതെ ഇത് ശരിയല്ലായിരുന്നു. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നുള്ളത് മറ്റാരേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോട് കണ്ട ഒരു വ്യക്തിയാണ്. എല്ലാ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വിജയം, അങ്ങനെയാണോ? ഒരു സംശയമില്ലല്ലോ. മുഖ്യമന്ത്രി ഇല്ലായിരുന്നു ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ചോദിക്കുക പോലും ചെയ്യില്ല. കാരണം എന്താ, മുഖ്യമന്ത്രിക്ക് എന്നെ വളരെ ചെറുപ്പത്തിലേ അറിയാവുന്ന ഒരാളാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞാൻ നടത്തുന്ന പ്രവർത്തനം എന്താണെന്ന് അദ്ദേഹം പല കാലഘട്ടത്തിലും കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനങ്ങനെ ചെയ്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാലങ്ങോട്ട് വിശ്വസിക്കാവുന്ന ഒരാളൊന്നുമല്ല മുഖ്യമന്ത്രി. ഇപ്പോൾ ഇവിടെ ഈ ട്രെൻഡ് വന്നത് പിന്നാലെ തന്നെ കെ രാധാകൃഷ്ണൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ചേലക്കര ഇടതുകോട്ടയാണെന്ന്. വലിയൊരു ആത്മവിശ്വാസം തുടക്കം മുതലല്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. സ്ഥാനാർത്ഥി ആരാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഇടതുപക്ഷം ഈ മണ്ഡലത്തിൽ 7ാം തവണയും വിജയിക്കും. 6 തവണ നേരത്തെ വിജയിച്ചിട്ടുണ്ട്. 7ാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഇവിടെ വിജയിക്കുമെന്ന് അന്ന് പറഞ്ഞിരുന്നു. എന്തായാലും വലിയ ആവേശത്തിലാണ് ചേലക്കര. ഇപ്പോൾ രാധാകൃഷ്ണനും പ്രദീപും പറഞ്ഞതുപോലെ വലിയ മിന്നുന്ന വിജയമാണ് ഇവിടെ ഉണ്ടായത്. അതിന്റെ ആവേശത്തിലാണ്. റോഡ് ഷോ ഏകദേശം അവസാനിക്കാറായി. ക്യാമറാമാൻ ബിനു അലോഷ്യസിനൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, ചേലക്കര.